بسم الله الرحمن الرحيم. ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير وما أنتم بمعجزين في الأرض وما لكم من دون الله من ولي ولا نصير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1692 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42 അധ്യായമായ സൂറത്ത് ശൂറയിലെ 29 മുതൽ 31 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير وما أنتم بمعجزين في الأرض وما لكم من دون الله من ولي ولا نصير. صدق الله العلي العظيم. സൂറത്ത് ശൂറയിലെ 29 മുതൽ 31 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു തന്റെ വിഭവ വിതരണത്തിന്റെ കാര്യത്തില് ഇബാദുകൾക്കിടയിൽ തന്റെ ദാസന്മാർക്കിടയിലായി വിഭവങ്ങൾ നൽകുന്നതിന് സ്വീകരിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം വ്യക്തമാക്കപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട്. അള്ളാഹു എങ്ങാനും വളരെ കയ്യാഴ്ച കൊണ്ട് എല്ലാവർക്കും വളരെ കൂടിയ വിധത്തില് വിഭവങ്ങൾ നൽകിയിരുന്നുവെങ്കിൽ ഭൂമിയിൽ അവർ വലിയ അക്രമകാരികളായി മാറുമായിരുന്നു എന്നാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു അളവും കണക്കും ഒക്കെ ഉള്ള വിധത്തില് നിയന്ത്രിതമായ രീതിയിലാണ് അവൻ വിഭവങ്ങൾ നൽകുന്നത്. തീർച്ചയായിട്ടും തന്റെ അടിയാറുകളെ കുറിച്ച് സൂക്ഷ്മമായിട്ട് അറിയുന്നവനും അവരെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നവനുമാണ് അള്ളാഹു എന്നുകൂടി അള്ളാഹുവിടെ ചേർത്ത് പറയുകയുണ്ടായി. സമൃദ്ധിയുടെ മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നത് മിക്ക സന്ദർഭങ്ങളിലും മഴയില്ലാതെ വറ്റി വരണ്ട ഒരവസ്ഥയായി ആളുകളൊക്കെ വലിയ നിരാശയിലകപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് എന്നത് നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹു അവന്റെ കാരുണ്യം വ്യാപിപ്പിക്കുന്നതിന് ആളുകളുടെ അടുക്കൽ നിന്നുള്ള ഒരു തേട്ടം ഉയരുന്ന വിധത്തില് അവർക്ക് ദൈവിക വിഭവങ്ങൾ ഉണ്ടാവാനും ദൈവിക വിഭവങ്ങൾ അളവറ്റ വിധത്തിൽ ലഭിക്കുന്നതിന് ഉപകരിക്കുന്ന വിധത്തില് അവർക്ക് മഴ ലഭിക്കുവാനൊക്കെ വേണ്ടി പടച്ച തമ്പുരാന്റെ നേരെ കൈകൾ ഉയർത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ കൈകൾ ഉയർത്താൻ പ്രേരിതമാകുന്ന വിധത്തില് അവര് ഈ വിഷയങ്ങളിലൊക്കെ
പ്രതീക്ഷയറ്റ ഒരവസ്ഥയിലേക്ക് പോകുന്ന അത്രത്തോളമൊക്കെ കാര്യങ്ങൾ നീണ്ടുപോയെന്ന് വരും. അപ്പോ മഴയെക്കുറിച്ചുള്ള പ്രതീക്ഷ പോലും ഇല്ലാതെയായി നിരാശ പൂണ്ടവരായി മാറിയ ഒരു ഘട്ടത്തിൽ അള്ളാഹു അവർക്ക് മഴ ഇറക്കി കൊടുക്കുന്നു, അത് സമൃദ്ധി ഉണ്ടാക്കുന്നു. അതിലൂടെ അവൻ തന്റെ കാരുണ്യം എല്ലാവർക്കുമായിട്ട് വ്യാപിപ്പിക്കുന്നു. അവനാണ് സ്തുത്യർഹനായ രക്ഷകൻ. മനുഷ്യരുടെ വലിയായിട്ട് അവന്റെ രക്ഷാകർതൃത്വം നിർവഹിക്കുന്നവനായുള്ള, സ്തുതി അർഹിക്കുന്നവനായ സ്രഷ്ടാവായ തമ്പുരാൻ അവനാണ് എന്നതാണ് അവിടെ അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായത്. അപ്പൊ ഇതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലാണ്, അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് കൃത്യമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തപ്പെടുന്നത്. നമ്മൾ ശീലിച്ചു വന്ന കാലാവസ്ഥയുടെയും അതുപോലെ ഈ ഋതുഭേദങ്ങളുടെയും ഒക്കെ ചില പതിവുകളും രീതികളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും മഴ തുടങ്ങാൻ ഒരു കാലത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. അതിന്റെ സമൃദ്ധി ഉണ്ടാകുന്നതിന്, അതിന്റെ ഫലം ഉണ്ടാകുന്നതിന് ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ സീസണുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. അതൊരു സൈക്ലിക്കലായിട്ട് അങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്ന ഒരു പ്രകൃതി നിയമമുണ്ട്. അതങ്ങനെ ആകണം എന്നൊക്കെയുള്ള നിലക്കാണ് സാധാരണഗതിയിൽ മനുഷ്യൻ അതിനെ സമീപിക്കുക അല്ലെങ്കിൽ അതിനെ നോക്കിക്കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ ആ പ്രക്രിയയിലുടനീളം അള്ളാഹു മനുഷ്യനെ നിരീക്ഷിക്കുന്നുണ്ട്. മനുഷ്യന്റെ തേട്ടവും അവന്റെ നിലപാടും അവന്റെ മനോഗതവും മനസ്സിലിരിപ്പും ഒക്കെ അത്തരം പ്രാപഞ്ചികമായ നടപടിക്രമങ്ങളുമായി ബന്ധമുള്ളതാണ്. അള്ളാഹു മനുഷ്യരെ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന കാര്യം തീർച്ചയായിട്ടും ഈ വക സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഗണിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന ഒരു സൂചന. മഴ വരും, അതുപോലെ വസന്തം വരും, ഗ്രീഷ്മം വരും. അങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അങ്ങനെ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതൊക്കെ ഒരു ചാക്രിക സ്വഭാവത്തിൽ അങ്ങനെ നടന്നുകൊള്ളണം, സ്വാഭാവികതയോടുകൂടി അങ്ങനെ ഉണ്ടാകും എന്നൊരു ധാരണ മനുഷ്യന് പലപ്പോഴും അങ്ങനെ സ്ഥിരപ്പെടാറുണ്ട്. പക്ഷെ അതങ്ങനെ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതോ അങ്ങനെ തന്നെ ആവണം, അലംഘനീയമായ വിധത്തിൽ അങ്ങനെ ഉണ്ടാവണം എന്നതോ അതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്. പക്ഷെ അതൊന്നും അലംഘനീയമായതാണ് എന്ന് സങ്കല്പിക്കാൻ നമുക്ക് യാതൊരു പഴുതുമില്ല. അതിലൊക്കെ തന്നെയും അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മളുടെ നിലപാടുകളെ പരീക്ഷിക്കുന്നതിനൊക്കെ വേണ്ടി മാറ്റങ്ങൾ വരുത്തും. പ്രതീക്ഷിക്കപ്പെട്ട സമയത്ത് മഴ ലഭിച്ചോളണമെന്നില്ല, കുറച്ച് നീണ്ടുപോയി, വൈകി, ഒരുപക്ഷെ ആഴ്ചകളും മാസങ്ങളും ഒക്കെ പിന്നിട്ടതിന് ശേഷമായിരിക്കും മഴയുടെ തുടക്കം ഉണ്ടാവുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച അളവിൽ പരിമിതപ്പെടുത്തിക്കൊണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ മഴ വളരെ കൂടുതലായിട്ടുണ്ടാവുകയും അതുകൊണ്ടുണ്ടാകാവുന്ന പ്രളയം പോലെയുള്ള സാഹചര്യങ്ങളൊക്കെയും സംജാതമാവാം. അപ്പൊ ഇതൊന്നും പൂർണ്ണമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലെ കൃത്യതയോടുകൂടി സംഭവിക്കുന്നതോ ആവണമെന്നില്ല. ഇതിന്റെ പുറകിൽ ഓരോ ഘട്ടത്തിലും മനുഷ്യന്റെ നിലപാടുകൾ, ഇബാദത്തുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന കാര്യം ഖബീറും ബസീറുമായ പടച്ചതമ്പുരാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ നോക്കാം. വമിൻ ആയാത്തിഹി, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഇങ്ങനെ ആയത്തുകൾ തുടങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേക ദൈവിക പ്രതിഭാസത്തെ പരാമർശിക്കുകയാണ് അള്ളാഹു. വമിൻ ആയാത്തിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ
സൃഷ്ടിപ്പ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് അവന്റെ സൃഷ്ടി വൈഭവത്തിൽപ്പെട്ട കാര്യമാണ്. വമിൻ ആയാത്തി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഖൽഖുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. അതുപോലെ തന്നെ അവന്റെ ആയാത്തുകളിൽപ്പെട്ടതാണ് വമാ ബസ്സ ഫീഹിമ മിൻ ദാബത്തിൻ, ഇവ രണ്ടിലുമായിട്ട് അവൻ വ്യാപിപ്പിച്ചിട്ടുള്ള ജീവജാലങ്ങളും. ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇവ രണ്ടിലും, ആകാശങ്ങളിലും ഭൂമിയിലുമായിട്ട് അവൻ വ്യാപിപ്പിച്ചിട്ടുള്ള ദാബത്തും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വളരെ വ്യക്തമായിട്ടും വളരെ സങ്കീർണമായ ഒരു വിഷയത്തിലേക്ക് സൂചന നൽകുകയാണ് ഈ ആയത്ത് എന്നത് കാണാൻ കഴിയും. മനുഷ്യന്റെ ദീർഘകാലമായിട്ടുള്ള പഠന ഗവേഷണങ്ങളുടെ ഒരു തലം ഭൂമിയല്ലാത്ത ഇടങ്ങളിൽ, മറ്റു ഗോളങ്ങളിൽ ജീവജാലങ്ങളുണ്ടോ, ജീവന്റെ സാന്നിധ്യമുണ്ടോ, അതിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ടോ എന്നതാണ്. മനുഷ്യന്റെ അന്വേഷണം അതിപ്പോഴും ഒരു കൃത്യതയോടുകൂടി പറയാവുന്ന വിധത്തിൽ വേണ്ട അറിവൊന്നും മനുഷ്യന് നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ചില അനുമാനങ്ങളൊക്കെ ശാസ്ത്രലോകം മറ്റു പല ഗോളങ്ങളെക്കുറിച്ചും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ഇവിടെ നൽകുന്ന സൂചന വളരെ വ്യക്തമായിട്ടും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ ചേർത്ത് പറയുന്നത് വമാ ബസ്സ ഫീഹിമ മിൻ ദാബത്തിൻ, ഇവ രണ്ടിലുമായി അവൻ വ്യാപിപ്പിച്ചിട്ടുള്ള ജീവജാലങ്ങളും എന്നാണ്. ദാബത്ത് എന്ന് പറഞ്ഞാൽ നീങ്ങുന്ന, ചലിക്കുന്ന, ചലനാത്മകതയുള്ള ഒരു ജീവിക്കാണ് ദാബത്ത് എന്ന പദം ഉപയോഗിക്കാറുള്ളത്. ദബ്ബ എന്ന് പറഞ്ഞ ഇഴഞ്ഞു നീങ്ങി എന്നാണ്. ഏതോ വിധത്തില് ചലനം സാധ്യമാകുന്ന ഒരു സൃഷ്ടിപ്പിനാണ് ദാബത്ത് എന്ന് പറയുന്നത്. വ്യത്യസ്തമായ അർത്ഥങ്ങളില് ദാബത്ത് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടത് കാണാൻ കഴിയും. ദാബത്തുൽ അർള്, ദാബത്തും മിനൽ അർള് തുടങ്ങിയ പദങ്ങൾ വേറെയും ഉണ്ട്. അപ്പൊ ജീവജാലങ്ങളെയാണ് പൊതുവായിട്ട് ദാബത്ത് എന്നത് അറബി ഭാഷയിൽ, അതുപോലെ സ്പെസിഫിക് ആയിട്ട് വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിൽ ദാബത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പൊതുവായിട്ട് ജീവജാലങ്ങൾ, ജീവനുള്ള സൃഷ്ടിപ്പ്, ജീവന്റെ തുടിപ്പും ചലനാത്മകതയും ഒക്കെയുള്ള പ്രതിഭാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ 3 കാര്യങ്ങൾ അല്ലാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന് ആകാശങ്ങള്, രണ്ടാമത്തത് ഭൂമി, പിന്നെ ഇവ രണ്ടിലുമായിട്ട് അള്ളാഹു വ്യാപിപ്പിച്ചിരിക്കുന്ന ജീവജാലങ്ങൾ. ഇവയൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ പെട്ടതാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ആകാശങ്ങള് എന്നത് പ്രപഞ്ചത്തെ പൊതുവായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആകാശങ്ങളും ഭൂമിയും ചേർത്ത് പറയുമ്പോൾ മനുഷ്യന്റെ കേന്ദ്രമായിട്ട് നിലകൊള്ളുന്ന ഭൂമി, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രപഞ്ചത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഞാൻ അതിന്റെ ഈ കോസ്മിക് ഓർഡറിൽ ഭൂമിയുടെ പൊസിഷനും ആ ഭൂമി മറ്റ് ഗോളങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ സ്ഥാനവും ഒക്കെ പരാമർശിച്ചുകൊണ്ട് പറയുന്നതല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ചിന്താമണ്ഡലത്തില് ഭൂമിയാണ് അവന്റെ ലോകത്തിന്റെ ഒരു കേന്ദ്രം. അപ്പൊ ഭൂമിയും ഭൂമിക്ക് ചുറ്റുപാടുമായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും നിരീക്ഷിക്കാമല്ലോ. അപ്പൊ ഭൂമിക്ക് ചുറ്റുപാടും എന്ന് പറയേണ്ടി വരും. അപ്പൊ പലപ്പോഴും നമ്മൾ ഭൂമിയുടെ മുകളിലായി എന്ന് പറയാറുണ്ട്. മുകളിൽ തന്നെയാണ്, പക്ഷെ ഭൂമിയുടെ പ്രതലത്തിന്റെ ഒരു വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഗോളാകൃതിയിലുള്ള ഒരു പ്രതിഭാസമാണ് ഭൂമി എന്നത് മനസ്സിലാക്കുമ്പോൾ അതിന്റെ മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തിന്റെയും മുകൾ ഭാഗമാണ്. അപ്പോ ഭൂമിയുടെ ചുറ്റുപാടും എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ആകാശങ്ങള് എന്ന ഭൂമിയിൽ നിന്ന് അകലം ഉള്ള വിധത്തില് ഉള്ള വിദൂരമായ ഇടങ്ങൾ, അവിടെയുള്ള ഗോളങ്ങളും
അത്തരം പ്രദേശങ്ങളിൽ, അത്തരം അകലങ്ങളിലുള്ള ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളൊക്കെ അടങ്ങിയതാണ് സമാവാത്ത് എന്നതാണ് ഇവിടെ ഈ ആയത്ത് നൽകുന്ന സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭൂമിയെ അതിന്റെ ഘടനയും രൂപവും മനസ്സിലാക്കുമ്പോൾ ആകാശം എന്ന് പറയുന്നത് ഉയരങ്ങളാണല്ലോ. ഭാഷാപരമായിട്ട് സമാവാത്ത് എന്നത് ഉയരങ്ങളാണ്. ഭൂമിയിൽ നിന്ന് ഉയരങ്ങളിലായിട്ട് ഉള്ള ഇടങ്ങള്, ഗോളങ്ങള്, അതുപോലെയുള്ള സംവിധാനങ്ങളും പ്രതിഭാസങ്ങളും ഒക്കെ ഇവിടെയൊക്കെ തന്നെ ഏതോ വിധത്തിലുള്ള ദാബത്ത് ഉണ്ട് എന്ന ഒരു സൂചന ഖുർആൻ ഇവിടെ നൽകുന്നത് നമുക്ക് കാണാം. പക്ഷെ കൃത്യമായിട്ട് അത് ഭൂമിക്ക് ബാഹ്യമായുള്ള ഗോളങ്ങളിൽ അധിവസിക്കുന്ന ജീവജാലങ്ങളാണ് എന്നതൊന്നും നമുക്ക് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയില്ല. സമാ എന്നതിന് ഭൂമിയുടെ നേരെ, സമാ ദുനിയ, ഭൂമിയുടെ നേരെ ഉപരിതലത്തിലായിട്ട് നമുക്ക് കാഴ്ചയിൽ ഉള്ള ആ ഇടമായിട്ടും മനസ്സിലാക്കാം. അങ്ങനെയായിരുന്നു പഴയ കാലത്തൊക്കെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷികളൊക്കെ ആകാശത്തില് പറക്കുന്ന ആ ഒരു സംഗതിയെ ആണ് ഈ ദാബത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കാലം വിശുദ്ധ ഖുർആന്റെ പഠിതാക്കൾക്ക് ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്നും പറയാൻ വയ്യ. അപ്പൊ ആകാശത്തില് എന്ന വിശാലമായ അർത്ഥത്തില് അതും ഇവിടെ സമാവാത്ത് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആകാശങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലായിട്ട്, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോ വിദൂരമായ ഉയരങ്ങളിലായിട്ടുള്ള ഇടങ്ങളിൽ, അത് വിദൂര ഗോളങ്ങളിലാവാം, അല്ലെങ്കിൽ ഈ ആകാശത്തിന്റെ തന്നെ ദുന്യയുടെ മനുഷ്യന് കാഴ്ചയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഉയരങ്ങളിലൊക്കെ ഉള്ളതാവാം. അപ്പൊ എന്തായാലും മറ്റു ഗോളങ്ങളിലും ഈ പ്രപഞ്ചത്തിന്റെ ഇതര പ്രദേശങ്ങളിലും ഇടങ്ങളിലും ഒക്കെയായിട്ട് ജീവജാലങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് എന്ന ഒരു സൂചന ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നതിന് തടസ്സമൊന്നുമില്ല. അതിന് വലിയ സാധ്യത ഉണ്ട് താനും. വമിൻ ആയാത്തിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. അതുപോലെ വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ, ഇവ രണ്ടിലുമായിട്ട് അവൻ വ്യാപിപ്പിച്ചിട്ടുള്ള അവന്റെ സൃഷ്ടിജാലങ്ങൾ, ജീവജാലങ്ങൾ, അവയും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ. എന്നിട്ട് അള്ളാഹു പറയുന്നത് വഹുവ അലാ ജംഇഹിം, അവയെ ഒക്കെ ഒരുമിപ്പിച്ചു കൂട്ടുക എന്നതിനും ഇദാ യശാഉ, അവൻ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, ഖദീർ, അവൻ കഴിവുള്ളവനാണ്. അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളില് മനുഷ്യരുൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളെയും അള്ളാഹു ഒരുമിപ്പിച്ചു കൂട്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ആകാശങ്ങളിലും ഭൂമിയിലുമായിട്ട് അള്ളാഹു വ്യാപിപ്പിച്ചിട്ടുള്ള ജീവജാലങ്ങളെയൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു നാളിൽ അത് തുടക്കം മുതൽ അവസാനം വരെയുള്ള സകല ജീവജാലങ്ങളെയും മനുഷ്യരെയും ഒക്കെ ഒരുമിപ്പിച്ചു കൂട്ടുക എന്നത് ഭൂമിയിലും ആകാശങ്ങളിലുമായി അവയെ വ്യാപിപ്പിച്ചിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് പ്രയാസമുള്ള ഒരു സംഗതിയല്ല. ഭൂമിയിലും ആകാശങ്ങളിലുമായിട്ട് ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ അവയൊക്കെ ഒരുമിപ്പിച്ചു കൂട്ടുക എന്നതും നിഷ്പ്രയാസം അവന് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യാൻ വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ, അവയൊക്കെ ജംഅ് ചെയ്ത് ഒരുമിപ്പിച്ചു കൂട്ടുക എന്നത് അതിന് അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അവന്റെ മശീഅത്ത് അങ്ങനെയുണ്ടെങ്കിൽ അവന് അത് സാധിക്കും, അവനത് കഴിയും. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നു വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ, നിങ്ങൾക്കൊരു വിപത്ത് വന്നണഞ്ഞിട്ടുണ്ടെങ്കിൽ ഫബിമാ കസബത് ഐദീകും, അത് നിങ്ങളുടെ തന്നെ കരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് സംഭവിച്ചതാണ്. നിങ്ങൾക്കൊരു ദൂഷ്യം, ഒരു ദുരന്തം, ഒരു വിപത്ത്, ഒരു പ്രകൃതി ക്ഷോഭം പോലെയുള്ള എന്തെങ്കിലും ഒരു തിരിച്ചടി
ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതൊക്കെ നിങ്ങൾ അത്തരം സാഹചര്യങ്ങളിൽ വരൾച്ച, പ്രളയം, പ്രകൃതിക്ഷോഭം അങ്ങനെയുള്ള സംഗതികളോ, ഇനി അതല്ല വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നുവെങ്കിൽ അതും, ഇതൊക്കെയും തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട് എന്നാണ് അള്ളാഹു കൂടെ നൽകുന്ന സൂചന. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും പ്രയാസം അനുഭവിക്കുന്നവനാക്കി മാറ്റുക എന്നത്, മുസീബത്ത് നേരിടുന്നവനാക്കി മാറ്റുക എന്നത് അവന്റെ ഉദ്ദേശത്തിൽ പെട്ടതല്ല. അപ്പോ ആരെങ്കിലും മുസീബത്ത് ഏതെങ്കിലും വിധത്തിലുള്ള നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അവരുമായി, അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്നാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. ഇത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവതരിച്ച പ്രത്യേക വിഭാഗം ആളുകളെ പരാമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സൂചിപ്പിച്ചുകൊണ്ടോ നൽകപ്പെടുന്ന ഒരു കാര്യമാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർപ്പ് കാണിച്ചുകൊണ്ടിരുന്ന ആളുകളെ, പല നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന, അദ്ദേഹത്തെ അപകടപ്പെടുത്താനായിട്ട് തുനിഞ്ഞിറങ്ങിയ മക്കയിലെ ആളുകളെ അവര് ആ പ്രത്യേക ഘട്ടത്തിൽ നേരിട്ടിരുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അവര് വലിയ വരൾച്ച നേരിട്ടുകൊണ്ടിരുന്നു. വരൾച്ചയുടെ ഫലമായിട്ട് വലിയ വിഭവശൂന്യതയും അതുപോലെ ക്ഷാമവും ഒക്കെ അനുഭവപ്പെടുകയാണ്. വല്ലാത്ത ദുരിതപൂർണമായ ഒരു ജീവിത സാഹചര്യം അവർക്ക് സംജാതമാകുന്നു. ഇതിനെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, വമാ അസാബക്കും മിൻ മുസീബത്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫബിമാ കസബത്ത് ഐദീകും, അത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ്. ഇതാണ് അള്ളാഹുവിടെ നൽകുന്ന സൂചന. മനുഷ്യര് ധിക്കാരികളായി മാറുകയും കടുത്ത ദൈവനിന്ദ കാണിക്കുന്ന ആളുകളായി മാറുകയൊക്കെ ചെയ്യുമ്പോൾ പ്രാപഞ്ചികമായ സംവിധാനങ്ങളിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും അത് പലർക്കും വലിയൊരു വിപത്തും കണ്ണു തുറപ്പിക്കുന്ന ഒരു അനുഭവവും ഒക്കെ ആയിട്ട് മാറും. ചിലർക്ക് അത് പ്രയോജനകരമാവും, വേറെ ചിലർക്ക് അത് കൂടുതൽ ദ്രോഹങ്ങളിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ കൂടുതൽ ധിക്കാരികളോ അഹങ്കാരികളോ ആകാനോ കാരണമായി എന്നും വരും. അപ്പോ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന തിരിച്ചടികളാണെങ്കിലും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുന്ന തിരിച്ചടികളാണെങ്കിലും അവയൊന്നും തന്നെ വളരെ ഇൻഡിപെൻഡന്റ് ആയ ഒരു സംഭവമായിട്ട് ആരും മനസ്സിലാക്കേണ്ട. നമ്മുടെ ജീവിതവുമായി, നമ്മുടെ നിലപാടുകളുമായി, നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ പിന്തുടർന്നു വരുന്ന ഒരു നയങ്ങളും ഒക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ടാകും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. ഇവിടെ മക്കയിലെ മുശ്രിക്കുകളും കുഫാറുകളുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ടിരുന്ന ആ വരൾച്ചയും ക്ഷാമവും അതുപോലെയുള്ള പ്രതിസന്ധികളും ഒക്കെ തന്നെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. മധ്യപൗരസ്ത്യ ഭൂപ്രദേശങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ ആ യുദ്ധ സാഹചര്യം പല വിധത്തിലുള്ള ദുസ്സഹമായ അവസ്ഥകളും ജീവിത സാഹചര്യങ്ങളും സൃഷ്ടിക്കുകയാണ്. അത് മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കൂടിയാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. പലരും സ്വീകരിച്ചു വന്ന നടപടികളുടെയും നിലപാടുകളുടെയൊക്കെ ഫലമായിട്ടാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് എന്നതും നമ്മൾ കാണുന്നു. ഇതിൽ പക്ഷെ ഒരു വിഷയം അടങ്ങിയിട്ടുള്ളത് അള്ളാഹു വേറെ പലയിടങ്ങളിലുമായി വ്യക്തമാക്കുന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ടി വരുന്ന മുസീബത്തുകൾ അത് ഒരു ദൈവിക ശിക്ഷ എന്ന നിലക്ക് നമുക്ക് ഔട്ട്റൈറ്റ് ആയിട്ട് അതാണ് എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് വിശ്വാസി ആയാലും അയാളുടെ ഭാഗത്തു നിന്ന് പല വീഴ്ചകളും പോരായികകളും ഒക്കെ വന്നിട്ടുണ്ടാവും, പല തെറ്റുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഈ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാകുന്ന വിധത്തിലാണ് ഇവരനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ എന്ന നിലക്ക് അള്ളാഹു അതിനെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതുപോലെ ഒരു ഹദീസിൽ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സൂചിപ്പിക്കുന്നതും കാണാം. ആ ഹദീസ് പ്രകാരമാണ്, മാ യുസീബുൽ മുസ്ലിമു
മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗകത യുശാഖുഹ ഇല്ലാ കഫറല്ലാഹു ബിഹ മിൻ ഖതായാഹു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനയോ ഒരു ദുഃഖമോ ഒരു ആദിയോ അല്ലെങ്കിൽ ഒരു വ്യതയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു പീഡയോ അതുപോലെ ഒരു പാരവശ്യമോ അങ്ങനെ ഉള്ള എന്ന് പറഞ്ഞ നെഗറ്റീവായ ഒരു അനുഭവവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മുൾമുന മേല് തട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് പോലും അത് അയാളുടെ പാപങ്ങള് അള്ളാഹു പുറത്തു കൊടുക്കാൻ കാരണമാകുന്ന വിധത്തിലല്ലാതെ സംഭവിക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നത്. ശാരീരികമായ വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനസികമായി വിഷമമുണ്ടാക്കുന്ന സംഗതികൾ ഏത് വിധത്തിലുള്ളതാണ് ഈ വിഷമ അനുഭവമെങ്കിലും അതൊരു ദേഹത്തൊരു മുള്ളു തട്ടുന്ന ഒരു അനുഭവം അത്രയും നിസ്സാരമായ ഒരു സംഗതിയാണെങ്കിൽ പോലും അതിന്റെ പേരിൽ അയാളുടെ ഒരു ഖതീഅത്ത് അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്ന അള്ളാഹു അതിന് കഫാറത്ത് ആയിട്ട് അത് പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാതെ ഒരു പ്രയാസവും ഒരു വിശ്വാസി നേരിടേണ്ടി വരില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹു അതൊന്നും പാരത്രിക ലോകത്തേക്ക് നീക്കി വെക്കുകയല്ല. ഏതോ വിധത്തില് ആളുകൾക്ക് അള്ളാഹുവിലേക്ക് മടങ്ങുവാനും പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരു അവസരമായിട്ട് അത് മാറുന്നു. അതിൽ അയാള് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ഒരു നിഷേധിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വാഗ്ദാനം അള്ളാഹു നൽകിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്ത് ഒരു താക്കീതിന്റെ ഒരു സ്വഭാവം ഈ ഏതു തരം മുസീബത്തിനും ഉണ്ടാകും. ഒരു മുസീബത്ത് ഭവിക്കുമ്പോൾ അത് അവർക്ക് കണ്ണു തുറക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഹക്ക് ഉൾക്കൊള്ളാനും ഒക്കെയുള്ള ഒരു അവസരം ഒരുക്കുന്ന വിധത്തിലുള്ള ഒരു താക്കീതായിട്ട് കാണാം. അതേപോലെ തന്നെ അത് ദുനിയാവിൽ ഈ ഐഹിക ലോകത്ത് നൽകപ്പെടുന്ന ഒരു ശിക്ഷയായിട്ടും കാണാം. ഈ രണ്ട് സംഗതിക്കും സാധ്യതയുണ്ട്. പക്ഷെ ഒരു അള്ളാഹുവിന് സമർപ്പിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരു അയാൾക്കുള്ള ശിക്ഷയാണ് എന്ന നിലക്ക് വായിക്കുന്നത് ശരിയല്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. മറിച്ച് അത് അയാളോടുള്ള കാരുണ്യം കാരണമായി അയാളുടെ പിഴവുകളുടെയും വീഴ്ചകളുടെയും പോരായ്മകളുടെയും കാര്യത്തിൽ അയാൾക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നതിന് വേണ്ടിയും ആ പശ്ചാത്താപം അള്ളാഹു ഈ വേദന അനുഭവിച്ചത് പ്രായശ്ചിത്തമായി സ്വീകരിച്ചുകൊണ്ട് അയാൾക്ക് പശ്ചാത്താപം സ്വീകരിച്ച് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുന്നതിന് ഒരു അവസരം ഉണ്ടാക്കുക എന്ന നിലക്കാണ്. ഇനി ഇത് രണ്ടുമായിട്ട് ബന്ധമില്ലാത്ത ചില സംഗതികൾ കൂടിയുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തില് ദീനിന്റെ മാർഗത്തില് കലിമത്ത് തൗഹീദിന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള ഒരാളുടെ പ്രയത്നത്തിനിടയിൽ ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന ചിലപ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. പല നിലക്കുള്ള ഉണ്ടാവും. വലിയ വേദന അനുഭവം വേദനയായിട്ട് മാറുന്ന സംഗതികളൊക്കെ ഉണ്ടാവും. അപ്പോ ഇതിന്റെ കാര്യത്തില് ആ വേദന അയാൾ എന്തിന്റെ പേരിലാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നതാണ് ഒരു പരിഗണന അർഹിക്കുന്ന ഒരു വിഷയം. ഒരിക്കലും തന്നെ അത് അയാളുടെ ഏതെങ്കിലും നിലക്കുള്ള അയാൾക്ക് ഒരു ശിക്ഷയാവുന്ന വിധത്തിൽ അത് പരിഗണിക്കാൻ പറ്റില്ല. അള്ളാഹു അയാൾക്ക് വലിയ ഉയർച്ചയും വലിയ പ്രതിഫലവും ഒക്കെ നൽകുന്നതിന് ഒരു ഹേതുവാകുന്ന വിധത്തിലുള്ള അയാളുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സമർപ്പണമായിട്ടാണ് അത് പരിഗണിക്കപ്പെടുക. അപ്പൊ ഇവിടെ ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലം എന്നത് മക്കയിലെ നിഷേധികളുടെ ആ നിലപാടിന്റെ ഒക്കെ ഒരു കടുത്ത സത്യനിഷേധത്തിന്റെ മാനസികാവസ്ഥയൊക്കെ നിലനിൽക്കുന്ന ആ ഘട്ടത്തിലാണ് അവര് ഈ വരൾച്ചയും അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത്. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് എന്നത് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലത്തിൽ നിന്നും ഇതില്
പ്രതിപാദിക്കപ്പെടുന്ന മറ്റു വിഷയങ്ങളുടെ പശ്ചാത്തലവും ഒക്കെയായി വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. വമാ അസാബക്കും മിൻ മുസീബത്തിൻ, നിങ്ങൾക്കൊരു മുസീബത്തും സംഭവിക്കുന്നില്ല. ഫബിമാ കസബത്ത് ഐദീക്കും, അത് നിങ്ങളുടെ കൈകളുടെ, നിങ്ങളുടെ കരങ്ങളുടെ പ്രവർത്തനങ്ങളും കാരണമായിട്ടല്ലാതെ. വയഅഫു അൻ കസീർ, എന്നാൽ അള്ളാഹുവിന്റെ നിലപാട് ഒട്ടേറെ സംഗതികൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ അവൻ അഫു ചെയ്തു കൊടുക്കുന്നു എന്നതുമാണ്. എല്ലാറ്റിനും ഒന്നും അള്ളാഹു ഉടനടി നടപടി സ്വീകരിക്കുന്നില്ല. ആളുകൾ കാണിക്കുന്ന ധിക്കാരത്തിനും അതുപോലെ അവരുടെ നിഷേധത്തിനും അവരുടെ അഹന്തക്കും ഒക്കെ ഉടനടി അള്ളാഹു കണക്ക് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ അളവില് തിരിച്ചടിയായിട്ട് ഈ വക നടപടികൾ നൽകുകയാണെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ ഒരാൾക്ക് പോലും അവകാശം ഉണ്ടാവുകയില്ല എന്നതാണ് വസ്തുത. അപ്പോ എന്നോ അവരുടെ കാര്യത്തിൽ അള്ളാഹു തീർപ്പ് കൽപ്പിച്ച് അവരെ ഇവിടുന്ന് പിരിച്ചുവിടുമായിരുന്നു എന്നതാണ് നൽകപ്പെടുന്ന സൂചന. പക്ഷെ അങ്ങനെയല്ല, അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ്. പക്ഷെ ചിലപ്പോ ധിക്കാരവും അഹന്തയും ഒക്കെ ഒരു പരിധി വിട്ടങ്ങ് പോകുന്ന ഒരവസരം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകും. അത് മക്കയിലെ ആളുകളുടെ കാര്യത്തിലും അവരുടെ പ്രാദേശികമായിട്ട് ഇതര ഗോത്രങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ ഖുറൈശികൾ വലിയ സുഭിക്ഷത അനുഭവിച്ചിരുന്ന ആളുകളാണ്. റോമിന്റെയും പേർഷ്യയുടെയും ഒന്നും പോലുള്ള സുഭിക്ഷതയുടെയോ ക്ഷേമത്തിന്റെയോ ഭൗതിക ജീവിതത്തിലുള്ള വലിയ മുന്നേറ്റത്തിന്റെയോ ഒന്നും ഒരു താരതമ്യമായിട്ട് മക്കയിലെ ഖുറൈശികളെ ആ ഘട്ടത്തിൽ കാണാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ലെങ്കിലും സമീപത്തെ ഇതര ഗോത്രങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവർ വലിയ സുഭിക്ഷതയിലായിരുന്നു. ആ സുഭിക്ഷത പല കാരണങ്ങളാലും ദൈവികമായ ഇടപെടൽ കാരണമായിട്ടുണ്ടായതാണ്. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ശുക്ർ കാണിക്കുന്ന നിലപാടല്ല മക്കയിൽ ആ ഘട്ടത്തില് ഖുറൈശികളും ഈ മുശ്രിക്കുകളും കുഫാറുകളും ഒന്നും കാണിക്കുകയുണ്ടായിരുന്നു. അപ്പോ അവർക്ക് ചില പരീക്ഷണങ്ങള്, ചില ജീവിതത്തിലെ ചില കെടുതികൾ ഉണ്ടാക്കിക്കൊണ്ട് മുസീബത്ത് സംഭവിപ്പിച്ചുകൊണ്ട് അള്ളാഹു നൽകുകയാണ്. ഈ വരൾച്ചയും വിഭവക്ഷാമവും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഈ മുസീബത്ത് അത് നിങ്ങളുടെ തന്നെ കയ്യിലിരിപ്പ് കാരണമായിട്ടുണ്ടായതാണ് എന്നതാണ് അള്ളാഹുവിടെ നൽകിയിട്ടുള്ള സൂചന. പക്ഷെ എല്ലാ കയ്യിലിരിപ്പും അള്ളാഹ് പരിഗണിച്ചുകൊണ്ട് ഉടനെ നടപടി സ്വീകരിക്കുന്നില്ല. അള്ളാഹു വയഅഫു അൻ കസീർ, ഒട്ടു വളരെ സംഗതികൾ അവൻ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ മനുഷ്യന് അല്ലെങ്കിൽ ഒട്ടേറെ വിഭാഗങ്ങള് ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ലാത്ത വിധത്തിലുള്ള നടപടികൾ നേരിടേണ്ടി വരുമായിരുന്നു. എന്നിട്ട് ഒരു കാര്യം അള്ളാഹു ചേർത്ത് പറയുന്നത്, വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർള്, നിങ്ങളുണ്ടല്ലോ ഭൂമിയിൽ അങ്ങ് തോൽപ്പിച്ച് കളയൊന്നുമില്ല. അഹന്തയും ധിക്കാരവും ഒക്കെ കാണിച്ച് നിഗളിപ്പ് നടത്തി തലയെടുപ്പോടുകൂടി ഇവിടെ അഹന്തയുടെ ആൾരൂപങ്ങളായിട്ട് നിങ്ങളിവിടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ നാട്യം, നിങ്ങൾ ഇവിടുത്തെ ഏത് പ്രാപഞ്ചിക സംവിധാനങ്ങളെയും അങ്ങ് വെല്ലുവിളിച്ച് കളയും, അല്ലെങ്കിൽ അവയൊക്കെ നിങ്ങൾ തോൽപ്പിച്ച് കളയും. നിങ്ങളെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളെ കീഴടക്കാനോ നിങ്ങളെ പരാജിതനാക്കാനോ ഒന്നും ആർക്കും സാധ്യമല്ല എന്നൊക്കെയുള്ള ഒരു പെരുമാറ്റം, ഇത് പ്രകടമാവുന്ന ഒരു നിലപാടൊക്കെ നിങ്ങളുടെ രീതികളിൽ നിന്ന് കാണും. അപ്പൊ അത്തരം നിലപാടുകളൊക്കെ കാണിക്കുന്ന ഈ നിഷേധികളോടായിട്ട് അള്ളാഹു പറയുകയാണ്, വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർള്, നിങ്ങള് ഭൂമിയിൽ അങ്ങ് അജയ്യരായിട്ട് വാണുകളയും വാഴാൻ കഴിയും എന്നൊന്നും കരുതണ്ട. നിങ്ങൾ കീഴ്പ്പെടുത്തപ്പെടുകയില്ല, നിങ്ങൾ പരാജയപ്പെടുത്തപ്പെടുകയില്ല, മറിച്ച് നിങ്ങളെല്ലാവരെയും പരാജയപ്പെടുത്തുകയാണ് ഉണ്ടാവുക എന്ന ഒരു നാട്യമൊന്നും നിങ്ങൾക്ക് വേണ്ടതില്ല എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില സാമ്രാജ്യങ്ങളോട് നമുക്ക് പറയാൻ ഈ ഘട്ടത്തിൽ തോന്നുന്നതും അതാണ്. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർള്, ഭൂമിയിൽ എക്കാലത്തും അജയ്യരായിട്ട് അങ്ങ് വാണുകളയാം എന്നൊന്നും കരുതേണ്ട.
അത് ഇപ്പോ തലപൊക്കി ഉയർന്നു വരുന്ന ശക്തികളാണെങ്കിലും അതെല്ലാം നൂറ്റാണ്ടുകളായിട്ടോ അല്ലെങ്കിൽ ദശാബ്ദങ്ങളായിട്ടോ ഒക്കെ ഇവിടെ അടക്കി വാഴുന്ന തരം സാമ്രാജ്യത്വ ശക്തികളായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പടച്ച തമ്പുരാന്റെ വ്യവസ്ഥിതിക്ക് കീഴ്പ്പെട്ടുകൊണ്ടും വിധേയപ്പെട്ടുകൊണ്ടും ഒക്കെ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഐഹിക ലോകത്തും മരണശേഷവും ഉപകരിക്കും. അതെല്ലാം നിഗളിപ്പ് കാണിച്ച് ഞങ്ങളെ തോൽപ്പിക്കാൻ ഭൂമിയിൽ ഒരാളും പിറന്നിട്ടില്ല എന്ന ഒരു നാട്യത്തോടു കൂടിയാണ് നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഒമാൻതും ബി മുഅ്ജിസീന ഫിൽ അർദ്, ഭൂമിയിൽ അങ്ങനെ അജയ്യരായി വാഴാനും എല്ലാവരെയും തോൽപ്പിച്ചു കളയാനും ഒന്നും നിങ്ങൾക്ക് കഴിയില്ല. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വലാ നസീർ, നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ സങ്കല്പിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയും ഒരു നസീറും ഇല്ല കേട്ടോ. അള്ളാഹുവിന്റെ സംരക്ഷണം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോ നിലനിന്നു പോകുന്നത്. അള്ളാഹു ആ സംരക്ഷണം ഒരു നിമിഷ നേരത്തേക്കെങ്കിലും പിൻവലിക്കുന്നുവെങ്കിൽ അതിന് ബദലായിട്ട് ഒരു വലിയനെയോ നസീറിനെയോ ആശ്രയിക്കാൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റൂല. നിങ്ങളുടെ ഒരു സംരക്ഷകനായിട്ടോ ഒരു സഹായിയായിട്ടോ നിങ്ങൾ സങ്കല്പിക്കുന്ന ഒരാളും തന്നെ രംഗത്തുണ്ടാവില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ നിലനിൽപ്പ്. നിങ്ങൾക്കൊന്നും യാതൊരു നിലക്കുള്ള അജയ്യതയും ഇല്ല. ഭൂമിയിൽ എല്ലാറ്റിനെയും അങ്ങ് തോൽപ്പിച്ച് നിങ്ങൾ അങ്ങ് ജയിച്ചു മുന്നേറും എന്ന ഒരു അഹന്തയൊന്നും നിങ്ങൾ കൊണ്ടു നടക്കേണ്ടതില്ല. കാരണം നിങ്ങൾ അതല്ല. നിങ്ങളെ തോൽപ്പിക്കാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും ഇല്ല. അതിന് മലക്കുകളെ ഇറക്കേണ്ട കാര്യവും ഇല്ല. അതിനു പകരം നിങ്ങളുടെ തന്നെ പോലെയുള്ള മനുഷ്യരെ കൊണ്ട് നിങ്ങളെ മുട്ടുകുത്തിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. അതുകൊണ്ട് വമാ അൻതും ബി മുഅ്ജിസീന ഫിൽ അർദ്, ഭൂമിയിൽ അജയ്യരായി എല്ലാവരെയും അടക്കി വാഴുന്ന, എല്ലാവരെയും തോൽപ്പിക്കുന്ന, എല്ലാവരെയും കീഴ്പ്പെടുത്തി കളയുമെന്ന ഒരു നാട്യത്തോടു കൂടി നിങ്ങൾ അങ്ങനെ നിലക്കൊള്ളുമെന്ന് കരുതണ്ട. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വലാ നസീർ, അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിന് പകരമായി അള്ളാഹുവിനോടൊപ്പം നിങ്ങൾക്ക് വേറെ വലിയ നസീറും ഒന്നും നിങ്ങളെ സഹായിക്കാനുണ്ട് എന്ന് കരുതണ്ട. നിങ്ങളിപ്പോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വിഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കരുത്തും ശക്തിയും ഒക്കെ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അതിന് നിങ്ങൾക്കൊരു അവസരം തന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കൂല. ഒരു വലിയും ഒരു നസീറും അള്ളാഹുവിന് പുറമെ ആയിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ സഹായത്തിന് പാഞ്ഞെത്തുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നതാണ് ഒരു താക്കീതിന്റെ സ്വഭാവത്തിൽ അള്ളാഹു മക്കയിൽ ആ നിഷേധികളെ കേൾപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത്ത് ഐദീകും എന്നത് വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ തന്നെ ഇതര ഇടങ്ങളിലുള്ള സൂചനകളും ഹദീസുകളിൽ നൽകപ്പെട്ടിരിക്കുന്ന സൂചനകളും വെച്ചുകൊണ്ട് വേണം ഈ ആയത്തിന്റെ ഭാഗത്തെ മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്ത് നേരിടേണ്ടി വരുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മങ്ങളുമായി നിങ്ങളുടെ കയ്യിലിരിപ്പുമായി ബന്ധമുള്ളതാണ് എന്നാണ് നിഷേധികളോട് ഇവിടെ പറയുന്നത്. ഇതൊരു പൊതുവായ പ്രസ്താവനയായിട്ട് കാണുകയാണെങ്കിലും അതിനും ചില സാങ്കത്യമുണ്ട്. വിശ്വാസികളും ചിലപ്പോ ചില മുസീബത്തുകൾ നേരിടേണ്ടി വരുന്നു. അത് അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടാവാനിടയുള്ള വീഴ്ചകൾക്കുള്ള കഫാറത്തായിട്ട് അള്ളാഹു അംഗീകരിച്ചുകൊണ്ട് അവർക്ക് അതിന്റെ പേരിൽ അള്ളാഹു വലിയ മഗ്ഫിറത്തും അതുപോലെ അഫുവും ഒക്കെ ചെയ്യുന്നു. അതേപോലെ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലവും ഇല്ലാതെ തന്നെ ഒരാൾ മുസീബത്ത് നേരിടുന്നു, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളായിരിക്കെ തന്നെ എങ്കിൽ അയാൾക്ക് വലിയ വർദ്ധിച്ച പ്രതിഫലവും ഉയർച്ചയും ഒക്കെ നൽകുന്നതിനുള്ള ഒരു കാരണമായിട്ട് അള്ളാഹു അത് പരിഗണിക്കും എന്നതുകൂടിയാണ് നമുക്കിത് സംബന്ധമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസ് ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മാ യുസീബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗകത യുശാഖുഹ ഇല്ല കഫറല്ലാഹു ബിഹ
മിൻ ഖതായാഹു എന്ന്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള വിഷമവും പ്രയാസവും വേദനയൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. ഒരു മുള്ളു കുത്തുന്ന കാര്യം പോലും അതിന്റെ പേരിൽ അള്ളാഹു അയാളുടെ വീഴ്ചകളുടെ കാര്യത്തിൽ ഒരു കഫാറത്ത് ആയിട്ട് അത് പരിഗണിച്ചുകൊണ്ട് അയാൾക്ക് അതിന്റെ പാപമോചനം കാര്യങ്ങളിൽ നൽകിക്കൊണ്ടല്ലാതെ അങ്ങനെ ഉണ്ടാവുകയില്ല എന്നതാണ് ആ ഹദീസ് വ്യക്തമാക്കുന്ന കാര്യം. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ശൂറയിലെ 29 മുതൽ 31 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.